മോളെ, നിനക്ക് ചേച്ചി ഇഷ്ടാണല്ലോ അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഈ ചേച്ചി എന്താ കുട്ടികളെ പോലെ? നീ എൻ്റെ മോളല്ലേ? അമ്മയുടെ സ്ഥാനത്തെ ഞാനും ചേച്ചിയെ കണ്ടിട്ടുള്ളൂ. അച്ഛനും അമ്മയും ഇല്ലാത്ത വേദന ചേച്ചി ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെ? ഇത് വഴിയല്ലേ? നോക്ക്, മോളോട് ചേച്ചിക്കൊരു കാര്യം പറയാണ്ട്. മോക്ക് വിഷമാവരുത്. ചേച്ചിയോട് വെറുപ്പും തോന്നരുത്. ചേച്ചി, ഒരു കുട്ടിയെ കിട്ടിയ നമ്മുടെ ഭരതേട്ടൻ പഴയ ആളാവും. ചേച്ചിക്ക് ഉറപ്പാ. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ചേച്ചി വേറൊരു വഴിയും കാണുന്നില്ല. മോള് ഭരതേട്ടനെ കെട്ടണം. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് കണ്ടോണ്ടെങ്കിലും ഇരിക്കാലോ. വേറൊരു മാർഗമില്ലാഞ്ഞിട്ടാ. ചേച്ചി പറഞ്ഞോ, ഞാൻ അനുസരിച്ചോളാം. ഇക്കാര്യം ഭരതേട്ടൻ അറിയോ? ഇല്ല. നന്നായി ചതയട്ടെ. 3-4 ദിവസമായി ഊന്നൊരു വേദന. ഒന്നും അങ്ങോട്ട് ചതയ്ക്കാൻ വയ്യ. ഓ, ചതച്ച് പോലാക്കി ചതേ. ഇതെങ്ങനെ തിന്നുന്നേ? ഇതൊരു ലഹരിയല്ലേ? എന്ന് തുടങ്ങിയതാ? 12-ാം വയസ്സിൽ തുടങ്ങിയതാ ഈ ബാധ. അയ്യോ എന്റെ കുട്ടിയെ കടലിട്ടോ? പുകയില പാഴായില്ലേ? എപ്പ ചോദിച്ചാലും കാപ്പി കാപ്പി എന്ന് പറഞ്ഞ് സ്വൈര്യം കെടുത്തനാക്ക്. ഇപ്പൊ കാപ്പി കൊണ്ടുവന്നപ്പോ വേണ്ടേ? നിനക്ക് എന്താ പറയാനുണ്ടല്ലോ? അതെ, എന്താ എന്താ അത്ര പരിഗണത? ഞാനൊരു തീരുമാനം എടുത്തു. നിങ്ങൾ രണ്ടുപേരും എതിര് പറയരുത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതേ വഴിയുള്ളൂ. വളച്ച കെട്ടണ്ട, തെളിച്ചു പറ. ഭരതേട്ടൻ വേറെ കെട്ടുന്ന ഉറപ്പാ. അങ്ങനെ സംഭവിച്ചാ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. ഭരതേട്ടനാണ് ഈ കുടുംബത്തിൻ്റെ അത്താണി എന്നുള്ള കാര്യം മറക്കണ്ട. അത് നഷ്ടമായ നമുക്ക് എല്ലാവർക്കും കൂടി ചാവ് നിവൃത്തിയുള്ളൂ. നമ്മുടെ കലയെ ഭരതേട്ടൻ കെട്ടട്ടെ.